നമ്മുടെ ആമിറിനെ എനിക്ക് നേരത്തെ അറിയാം. ആയിഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു, ഭയങ്കര രസമുള്ള പാട്ട്. പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു, മഞ്ജു വാര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. റാസൽ ഖൈമയിൽ ഷൂട്ട് ചെയ്തല്ലേ? അപ്പോൾ ഹാരിസ് ദേശം പറഞ്ഞാൽ അവിടെ രാത്രികളിലൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹാരിസ് ദേശത്തിൻ്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത്. ജാനകിയുടെ സെറ്റിൽ. കറക്റ്റ്. ആൻഡ് അമേസിംഗ് ഗായ്, വെരി സ്വീറ്റ് ഗായ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഞാൻ ഈഡിയും കണ്ടു. ഈഡി വേറൊരു ടൈപ്പ് ഓഫ് സിനിമ, സുരാജിന്റെ വേറൊരു പരിപാടി, ആ കഥ തന്നെ ഒരു വേറൊരു പരിപാടിയാണ്. അത് കാണണം കേട്ടോ, അത് നമ്മുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഉഗ്രൻ കഥയാണ്. അതെ. അതിനുശേഷം ലിജീഷുമായിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. ലിജീഷ് നമ്മളെല്ലാവരും കണ്ടതുപോലെയും നമ്മളെല്ലാവരും സംസാരിച്ച പോലെയും മമത ഇപ്പോൾ പറഞ്ഞ പോലെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസാണ്. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറില്ല. ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു. അപ്പം തന്നെ പിന്നെ തീരുമാനം നമുക്ക്, ഞാൻ ആമിറിൻ്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു. ബിക്കോസ് 2 പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പിന്നെ കഥ കേൾക്കുക, അതിനകത്ത് കഥാപാത്രം എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എനിക്ക് സപ്പോർട്ടിംഗ് റോള് തരൂ. ഞാൻ ഈ ഇന്റർവ്യൂസിലൊക്കെ കയറി പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല ഇന്റർവ്യൂസൊക്കെ. അപ്പൊ യൂട്യൂബിലെ ഇന്റർവ്യൂസ് ഇപ്പൊ കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോകാമെന്ന് വിചാരിച്ചു, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില്. എനിക്ക് സപ്പോർട്ടിംഗ് റോള് കിട്ടുന്നില്ല, എല്ലാവരും ഒരു നായകനാണ് ആക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് എന്നുവരെ ഈ വണ്ടി പോവും, ഈ വലിയ വണ്ടി? അപ്പൊ പാരലായിട്ട് നമ്മൾ ചെറിയ വണ്ടി സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു സപ്പോർട്ടിംഗ് റോള് ദൈവത്തെ ഓർത്ത് വരും. അങ്ങനെ ആമിർ ഒരു സപ്പോർട്ടിംഗ് റോളുമായിട്ട് വന്നു. ആകാശ് വെള്ളത്തൂവൽ, അതാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഉഗ്രൻ കഥാപാത്രമാണ്. എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല പൊളിക്കില്ലെന്ന്, പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്ന്.